മന്ത്രി മുഹമ്മദ് റിയാസ് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സംസാരിക്കുന്നുണ്ട്. നമുക്ക് റിയാസിന്റെ പ്രതികരണം കേൾക്കേണ്ടത്. 7:35 ആയപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി 40 മിനിറ്റ് എടുത്തില്ലേ? 40 എടുത്തിട്ടുണ്ടാവില്ലേ? 30 മിനിറ്റിനടുത്ത് ക്യൂ ഉണ്ടായിരുന്നു. എന്തായാലും ജനങ്ങൾ രാവിലെ തന്നെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞാണല്ലോ, LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം ജനം ആഗ്രഹിക്കുന്നു. മലയാളിയുടെ പ്രത്യേകത ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്ന ജനങ്ങൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ കാണാൻ പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത് പോലെയല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ചിന്തിക്കുന്നത് പോലെയല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മലയാളി ചിന്തിക്കുന്നത്. കേരളത്തിൽ ഒരുമിച്ച് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന വർഷങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അത് കാണാൻ പറ്റും. മന്ത്രി PA മുഹമ്മദ് റിയാസ് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കോട്ടോളി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തന്റെ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്.